ടെക്സസിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ വീഡിയോകൾ പങ്കുവച്ച് ഇന്ത്യൻ സമൂഹത്തെ ലക്ഷ്യമിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു റിപ്പബ്ലിക്കൻ ആക്ടിവിസ്റ്റ്. ടെക്സസ് കേന്ദ്രീകരിച്ചുള്ള കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റായ കാർലോസ് ടെർസിയോസ് ആണ് ഷുഗർലാൻഡ്, ഫ്രിസ്കോ എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളുടെ ദൃശ്യങ്ങൾ പങ്കുവച്ച് ഇന്ത്യൻ സമൂഹത്തെ ലക്ഷ്യമിടുന്നത്. ഡാലസ് ഫോർട്ട് വർത്ത് മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാർലോസ് ടെർസിയോസ് ഫ്രിസ്കോയിലെ കാരിസിത്തി ഹനുമാൻ ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചാണ് ആദ്യം രംഗത്തെത്തിയത്. മൂന്നാം ലോക അന്യഗ്രഹ ജീവികളെന്ന് ഇന്ത്യൻ സമൂഹത്തെ വിശേഷിപ്പിച്ച കാർലോസ് ടെർസിയോസ് അവർ യുഎസിലേക്ക് എത്തുന്നത് H-1B വിസയിൽ ആണെന്നും ഇപ്പോൾ ഫ്രിസ്കോ പിടിച്ചെടുത്തിരിക്കുകയാണെന്നും ആരോപിക്കുന്നു. കാർലോസ് ടെർസിയോസിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇത് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് അല്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ ന്യൂഡൽഹി അല്ല, ഇത് ടെക്സസിലെ ഫ്രിസ്കോയാണ്. സ്വാംശീകരണം നിരസിക്കുന്ന മൂന്നാം ലോക അന്യഗ്രഹ ജീവികൾ H-1B വിസകളിലൂടെ വരുന്നു. ഫ്രിസ്കോ പിടിച്ചെടുത്തു. ടെക്സസിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അദ്ദേഹം ചോദിക്കുന്നു. ഷുഗർലാൻഡിലെ ശ്രീ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന 90 അടി ഉയരമുള്ള സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന ഹനുമാൻ പ്രതിമയുടെ വീഡിയോ പങ്കുവച്ചാണ് കാർലോസ് ടെർസിയോസിന്റെ മറ്റൊരു പോസ്റ്റ്. മൂന്നാം ലോകരാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ പതുക്കെ ടെക്സസും അമേരിക്കയും കയ്യേറുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. എക്സിൽ പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയാണ്: ഇത് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് അല്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ ന്യൂഡൽഹി അല്ല, ഇത് ടെക്സസിലെ ഷുഗർലാൻഡ് ആണ്. മൂന്നാം ലോക അന്യഗ്രഹ ജീവികൾ ടെക്സസിനെയും അമേരിക്കയെയും പതുക്കെ കീഴടക്കുന്നു. യുഎസിലെ മൂന്നാമത്തെ വലിയ പ്രതിമ എന്തുകൊണ്ടാണിത്? ഇത് അധിനിവേശം നിർത്തുക, കാർലോസ് ടെർസിയോസ് കുറിച്ചു. പോസ്റ്റ് കുടിയേറ്റ വിരുദ്ധരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയതോടെ വംശീയ അധിക്ഷേപങ്ങൾക്കും വസ്തുതാവിരുദ്ധമായ പ്രതികരണങ്ങൾക്കും കാരണമായിട്ടുണ്ട്. പോസ്റ്റ് പങ്കുവച്ച ഒരാൾ അധിനിവേശം അവസാനിപ്പിച്ച് എല്ലാവരെയും നാട് കടത്തണമെന്ന് ആവശ്യപ്പെട്ടു. പോസ്റ്റ് വംശീയവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് വിമർശിച്ച് മറ്റു ചിലർ രംഗത്തെത്തിയിട്ടുമുണ്ട്. അതേസമയം ഷുഗർലാൻഡിലെ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹനുമാൻ പ്രതിമയ്ക്കെതിരെ മുൻപും റിപ്പബ്ലിക്കൻ നേതാക്കളിൽ നിന്ന് വിവാദ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റിപ്പബ്ലിക്കൻ നേതാവ് അലക്സാണ്ടർ ഡങ്കൻ നടത്തിയ പരാമർശത്തിനെതിരെ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരുന്നു. ക്രിസ്ത്യൻ രാജ്യമായ അമേരിക്കയിൽ ഉൾപ്പെടുന്ന ടെക്സസിൽ എന്തിനാണ് വ്യാജ ഹിന്ദു ദൈവത്തിന്റെ പ്രതിമ അനുവദിക്കുന്നതെന്നായിരുന്നു അലക്സാണ്ടർ ഡങ്കന്റെ ചോദ്യം. ഇത് വലിയ തോതിൽ വിദ്വേഷ പരാമർശങ്ങൾ ഉണ്ടാകാൻ കാരണമായിരുന്നു. H-1B വിസ ഫീസ് $1,00,000 ഉയർത്തിയതിന് പിന്നാലെയായിരുന്നു അലക്സാണ്ടർ ഡങ്കന്റെ ഈ പ്രതികരണം ഉണ്ടായത്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള ഹനുമാൻ പ്രതിമയാണ് ഷുഗർലാൻഡിൽ സ്ഥിതി ചെയ്യുന്നത്. പഞ്ചലോഹം കൊണ്ട് നിർമ്മിച്ച പ്രതിമയ്ക്ക് 90 അടിയാണ് ഉയരം. 2024 ഓഗസ്റ്റിലായിരുന്നു പ്രതിമയുടെ ഉദ്ഘാടനം. ഇനി അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിനെതിരെ വർദ്ധിച്ചു വരുന്ന വിദ്വേഷ പ്രചാരണങ്ങളെ കുറിച്ച് കൂടി നോക്കാം. അമേരിക്കയിൽ ഇന്ത്യൻ വംശജർക്കെതിരെ വർദ്ധിച്ചു വരുന്ന വിദ്വേഷ പ്രചാരണങ്ങൾ ആശങ്കയുളവാക്കുന്നതാണ്. പൊതുയോഗങ്ങളിലും രാഷ്ട്രീയ പ്രചാരണങ്ങളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഇന്ത്യക്കാർക്കെതിരെ തുറന്ന വംശീയ പരാമർശങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ടെക്നോളജി, മെഡിസിൻ തുടങ്ങിയ ഉയർന്ന വൈദഗ്ധ്യമുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ട് നടക്കുന്ന ഈ വിദ്വേഷ പ്രചാരണങ്ങൾ അമേരിക്കൻ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ടെക്സസിലെ ഫ്രിസ്കോ സിറ്റി കൗൺസിൽ യോഗത്തിൽ ഇന്ത്യൻ വംശജർക്കെതിരെ രൂക്ഷമായ പരാമർശങ്ങൾ ഉയർന്നിട്ടുണ്ട്. നഗരത്തിൽ ഇന്ത്യൻ അധിനിവേശം നടക്കുന്നതായും ഉയർന്ന വൈദഗ്ധ്യമുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ വഞ്ചകരും താഴ്ന്ന നിലവാരമുള്ളവരുമാണെന്നും ചിലർ ആരോപിച്ചു. നമ്മൾ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണമെന്ന് ഒരു വിദ്യാർത്ഥി പ്രസ്താവിച്ചത് വലിയ വിവാദങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.